നമസ്കാരം. ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നൊരു ചിത്രമുണ്ട്. ഈഫൽ ടവറിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ആ ഒരു വലിയ ടവറിൽ അതിൻ്റെ മുകളിൽ കയറുക പാരീസിലെത്തുന്ന ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. പക്ഷേ ഇവിടെ കാശ്മീരിൽ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ള ഒരു റെയിൽവേ പാലം തയ്യാറായിരിക്കുന്നു. ചെനാബ് പാലം. ഈ റെയിൽവേ പാലത്തിലൂടെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ റെയിൽവേ വിജയകരമായി ട്രയൽ റൺ നടത്തി. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എൻജിൻ മാത്രമാണ് ട്രയൽ റൺ നടത്തിയതെങ്കിൽ കഴിഞ്ഞ ദിവസം മൊത്തം ബോഗികളുമായി തന്നെ ഒരു ട്രെയിൻ ഇതിലൂടെ സർവീസ് നടത്തി. ചെനാബ് പാലത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരുപക്ഷെ നാളെ ഒരു ലോകാത്ഭുതമായി മാറാനുള്ള സാധ്യതയുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് രംഗത്തുള്ള ഏറ്റവും വലിയ വളർച്ചയുടെ മികച്ച ഉദാഹരണങ്ങളൊന്നായി മാറുകയാണ്. ഇത്രയും ഉയരമുള്ള ഈ പാലത്തിലൂടെ വേണമെങ്കിൽ ഒരു ട്രെയിനിന് 260-ലധികം കിലോമീറ്റർ സ്പീഡിന് ഓടാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി സ്ഥാപനങ്ങൾ സഹകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സ്വപ്നതുല്യമായ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നത്. ചെനാബ് പാലത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 359 മീറ്റർ അഥവാ 109 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതലാണ് ഈ പാലത്തിന്. കാശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെയായിരിക്കും ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണ സജ്ജമാകുക. 1315 മീറ്ററാണ് ഈ ചെനാബ് റെയിൽവേ പാലത്തിൻ്റെ നീളവും. 17 പടുകൂറ്റൻ തൂണുകളിലാണ് ഈ പാലം നിൽക്കുന്നത്. ഇതിൻ്റെ പ്രധാന ആർച്ചിന് തന്നെ 467 മീറ്റർ നീളമുണ്ട്. ഏത് പ്രതികൂല കാലാവസ്ഥയെയും നേരിടാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ഈ പാലം. 100 വർഷത്തിലധികം ഇത് യാതൊരു തകരാറുമില്ലാതെ ഇതേപടി നിലനിൽക്കുമെന്നാണ് ഇന്ത്യൻ റെയിൽവേ അവകാശപ്പെടുന്നത്. ഭൂകമ്പം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ തക്ക ശേഷിയുള്ളതാണ് ഈ പാലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ്. രാജ്യത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമായ ഈ സ്ഥാപനമാണ് ഈ പാലം പണിതീർത്തത്. കൊങ്കൺ എന്ന സ്വപ്നതുല്യമായ പാത തീർത്ത അതേ സ്ഥാപനം തന്നെയാണ് ഇവിടെയും കാശ്മീരിലും ഈ ഒരു വിസ്മയം ഒരുക്കിയിരിക്കുന്നത്. ഈ പാലത്തിൻ്റെ ആകെ ചെലവ് 1486 കോടി രൂപയാണ്. ഇതിൻ്റെ നിർമ്മാണത്തിൽ കൊങ്കൺ റെയിൽവേക്ക് സഹായമായി പ്രവർത്തിച്ചത് ഇന്ത്യയിലെ വിവിധ IIT-കൾ, അതുപോലെ DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതുപോലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇത്രയും വലിയൊരു പാലം പണിതീർത്തിരിക്കുന്നത്. ഈ പാലം ഉൾപ്പെടെയുള്ള റെയിൽവേ പദ്ധതി ഈ വർഷം അവസാനം തന്നെ പൂർത്തീകരിക്കും എന്നാണ് റെയിൽവേ വ്യക്തമാക്കിയിരിക്കുന്നത്. കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റേത് ഭാഗവുമായി ബന്ധിപ്പിക്കാൻ തക്ക വിധത്തിൽ എല്ലാവിധ സന്നാഹങ്ങളോടും കൂടിയാണ് അവിടെ ഈ റെയിൽവേ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. ഇനി കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനിൽ കാശ്മീരിലേക്ക് പോകുന്ന യാത്രക്കാർ ഈ പാലം വഴിയായിരിക്കും കടന്നു പോവുക. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഈ പാലം ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നിർമ്മിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാശ്മീരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ തീവ്രവാദത്തിനൊക്കെ അവിടെ വിരാമമായി കഴിഞ്ഞു. ജനങ്ങൾ തിരികെ എത്തിത്തുടങ്ങി. നാട് വിട്ട് ഓടിപ്പോയ കാശ്മീരി പണ്ഡിറ്റുകളെല്ലാം തന്നെ തിരികെ എത്തി അവരുടെ ജീവിതം ആരംഭിച്ചിട്ടുണ്ട്. തീവ്രവാദി ആക്രമണങ്ങൾ ഏതാണ്ട് ഇല്ലാതായ ഒരവസ്ഥ. ഈ ഒരു സന്ദർഭത്തിൽ കേന്ദ്ര സർക്കാർ കാശ്മീരിന് വേണ്ടി ചെയ്യുന്ന നിരവധി വികസന പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കാശ്മീരിൽ എത്തിയിട്ടുള്ളത് തന്നെ അത്തരത്തിലുള്ള ഏതാണ്ട് 80-ലധികം പദ്ധതികളുടെ തറക്കല്ലിടാൻ കൂടിയാണ്. കാശ്മീരിൻ്റെ നാനാവിധമായ വികസനം, ഒപ്പം ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള തൊഴിൽ മേളകളും അതുപോലെ പുതിയ പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം കാശ്മീരിൽ ആരംഭിക്കുന്നുണ്ട്. കാശ്മീരിലെ റെയിൽവേ വികസനം എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം. അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയും ഭൂമിയുടെ അവസ്ഥയുമൊക്കെ തന്നെ ഈ പാലത്തിൻ്റെയും റെയിൽവേ പാളത്തിൻ്റെയൊക്കെ തന്നെ നിർമ്മാണത്തെ കാലതാമസത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും ഈഫൽ ഗോപുരത്തിനേക്കാൾ ഉയരത്തിൽ ഉള്ള ഒരു റെയിൽവേ പാലം ഇന്ത്യക്ക് സ്വന്തമാണ് എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഏതൊരു ജനത്തിനും അഭിമാനകരമായൊരു നേട്ടം തന്നെയാണ്.